ഒരു സ്റ്റുഡൻ്റ് ആയിട്ടിരിക്കുമ്പോൾ തന്നെ ക്യാഷ് ഉണ്ടാക്കുക എന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലേ. പാർട്ട് ടൈം ആയിട്ട് എന്തെങ്കിലും വർക്ക് നോക്കാമെന്ന് വെച്ചാൽ സ്കൂൾ വിട്ട് വന്നാൽ പിന്നെ സമയം കുറവായിരിക്കും. വീക്കെൻഡ്സിൽ പോകാനാണെങ്കിൽ മേ ബി ട്യൂഷനോ സ്പെഷ്യൽ ക്ലാസ്സുകളൊക്കെ ഉണ്ടായിരിക്കും. ഇനി ഇതിനെല്ലാം പുറമെ സമയം കണ്ടെത്തിയാൽ പിന്നെ പഠിക്കാനുള്ള സമയം ഉണ്ടാവില്ല. അതുകൊണ്ട് ഇന്ന് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് ഏതൊരു സ്റ്റുഡൻറ്റിനും അവരുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഇഷ്ടമുള്ള സമയങ്ങളിൽ ജോലി ചെയ്തുകൊണ്ട് ക്യാഷ് ഉണ്ടാക്കാൻ കഴിയുന്ന കുറച്ച് ഫ്രീലാൻസ് വർക്കുകളെ കുറിച്ചിട്ടാണ്. സോ ലെറ്റ്സ് ഡു ഇറ്റ്. നമ്പർ 1, ഓൺലൈൻ ട്യൂട്ടറിങ്. നിങ്ങൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ കൂടുതൽ മികച്ചു നിൽക്കുന്ന ഒരു വിദ്യാർത്ഥിയാണോ? ഫോർ എക്സാമ്പിൾ മാത്സോ ഇംഗ്ലീഷോ അല്ലെങ്കിൽ മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ പാഷനേറ്റ് ആണോ എങ്കിൽ നിങ്ങൾക്ക് ഫ്രീലാൻസ് ആയിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ജോലിയാണ് ഓൺലൈൻ ട്യൂട്ടറിങ്. സ്റ്റുഡൻസിന് ട്യൂട്ടറായിട്ട് സൈനപ്പ് ചെയ്ത് ലോകത്ത് എവിടെയുള്ള കുട്ടികൾക്കും ക്ലാസ് എടുത്ത് കൊടുക്കാൻ കഴിയുന്ന നിരവധി ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് നിലവിലുണ്ട്. പോപ്പുലറായ നിങ്ങൾക്ക് വളരെയധികം ക്യാഷ് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു 5 പ്ലാറ്റ്ഫോംസ് ഏതൊക്കെയാണ് എന്ന് വീഡിയോയുടെ അവസാനം ഞാൻ പറഞ്ഞുതരാം. ഒരു പ്രത്യേക വിഷയത്തിൽ പിന്നോട്ട് നിൽക്കുന്ന വിദ്യാർത്ഥികൾക്കോ അല്ലെങ്കിൽ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കോ നിങ്ങളുടേതായ ഒരു ഫീസ് മണിക്കൂർ നിരക്കിൽ തീരുമാനിച്ച് ഓൺലൈൻ ട്യൂട്ടറിങ് നടത്താവുന്നതാണ്. ഓൺലൈൻ ട്യൂട്ടറിങ്ങിൻ്റെ മറ്റൊരു വലിയ ബെനിഫിറ്റ് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന വിഷയങ്ങൾ നിങ്ങൾക്കും കൂടുതലായിട്ട് പഠിക്കാൻ സാധിക്കുന്നു എന്നതാണ്. ഒരു കാര്യം പഠിക്കാനായിട്ട് ഏറ്റവും മികച്ച മാർഗം എന്ന് പറയുന്നത് അത് മറ്റൊരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്നതാണ്. കൂടാതെ ഒരു സ്റ്റുഡൻറ് എന്ന നിലയിൽ ലൈഫിൽ നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കേണ്ട കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇന്റർ പേഴ്സണൽ സ്കിൽസ് എല്ലാം ഓൺലൈൻ ട്യൂട്ടറിംഗ് വഴി വളർത്തിയെടുക്കാനും നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളൊരു ടീച്ചിങ് കരിയർ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇതിൽ നിന്ന് ലഭിക്കുന്ന എക്സ്പീരിയൻസ് എന്നും നിങ്ങൾക്കൊരു മുതൽക്കൂട്ടായിരിക്കും. നിങ്ങൾക്ക് ഓൺലൈൻ ട്യൂട്ടറിംഗ് ആരംഭിക്കാനായിട്ട് ഒരു ഇൻ്റർനെറ്റ് കണക്ഷനും മൊബൈൽ ഫോണും മാത്രം മതി. സോഷ്യൽ മീഡിയ വഴി പരസ്യങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് സ്റ്റുഡൻസിനെ കണ്ടെത്താൻ പറ്റും. അതല്ല, ഇനി നിങ്ങൾക്ക് ലൈവ് ക്ലാസ് എടുക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങളുടെ ട്യൂട്ടറിംഗ് വീഡിയോസ് റെക്കോർഡ് ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ചാനൽ മോണിറ്റൈസ് ആയി കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് ക്യാഷ് കിട്ടാനും തുടങ്ങും. നമ്പർ 2, ബ്ലോഗിംഗ് ഓർ കോണ്ടന്റ് റൈറ്റിംഗ്. എഴുതാൻ താല്പര്യവും കഴിവുമുള്ള സ്റ്റുഡൻസിന് അവരുടെ ഈ കഴിവ് ക്യാഷ് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു മാർഗമാക്കി മാറ്റാനായിട്ട് ഇന്ന് വളരെ ഈസിയാണ്. ഏറ്റവും സിമ്പിളായിട്ടുള്ള വഴി എന്നത് നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു വിഷയത്തെക്കുറിച്ച് ബ്ലോഗിംഗ് തുടങ്ങുക എന്നതാണ്. എന്ത് വിഷയത്തെക്കുറിച്ച് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. കുക്കിംഗ്, ഗെയിമിംഗ്, ഫാഷൻ എന്നിങ്ങനെ എന്തും. ബ്ലോഗിംഗ് എന്നാൽ നിങ്ങൾ സ്വന്തമായിട്ട് എഴുതിയ കാര്യങ്ങൾ ഗൂഗിളിൽ വെബ്സൈറ്റ് ഉണ്ടാക്കി പബ്ലിഷ് ചെയ്യുന്നതാണ്. നിങ്ങളുടെ ഓഡിയൻസിൻ്റെ താല്പര്യങ്ങൾ മനസ്സിലാക്കി അവർക്ക് ആവശ്യമായ കോണ്ടൻറ്റ്സ് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. നിങ്ങളുടെ ബ്ലോഗ് വളർന്നു തുടങ്ങിയാൽ പരസ്യങ്ങളും സ്പോൺസർഷിപ്പും വഴി ക്യാഷ് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. എഴുതിക്കൊണ്ട് ക്യാഷ് ഉണ്ടാക്കാൻ സാധിക്കുന്ന മറ്റൊരു വഴി ഫ്രീലാൻസിംഗ് ആണ്. ഒരുപാട് കമ്പനീസും വെബ്സൈറ്റ്സും അവരുടെ ബ്ലോഗ്, സോഷ്യൽ മീഡിയ പേജ്, വെബ്സൈറ്റ്സ് എന്നിവയിലേക്ക് എഴുതാനായിട്ട് ഫ്രീലാൻസ് കോണ്ടന്റ് റൈറ്റേഴ്സിനെ ഹയർ ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ബെസ്റ്റ് ആയ കുറച്ച് വർക്ക്സ് ഒക്കെ വെച്ചുകൊണ്ട് ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കി ഇങ്ങനെയുള്ള കമ്പനീസിനെ മെയിൽ വഴിയോ അവരുടെ സോഷ്യൽ മീഡിയ വഴിയോ സമീപിക്കാവുന്നതാണ്. നിങ്ങൾക്ക് എഴുതാൻ താല്പര്യമുണ്ട്, എന്നാൽ സ്വന്തമായിട്ടൊരു ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാനോ ഫ്രീലാൻസ് ആയിട്ട് മറ്റ് കമ്പനീസിന് വേണ്ടി വർക്ക് ചെയ്യാനോ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ എഴുതിയ വർക്കുകൾ എത്ര പേര് വായിച്ചോ അതിനനുസരിച്ച് ക്യാഷ് ലഭിക്കുന്ന വെബ്സൈറ്റ്സിന് വേണ്ടിയിട്ട് എഴുതാൻ പറ്റും. ഫോർ എക്സാമ്പിൾ മീഡിയം, ഹബ് പേജസ്, ലിസ്റ്റ് വേഴ്സ് എന്നിവയാണ് പോപ്പുലറായ ചില സൈറ്റ്സ്. ഇവിടെ നിങ്ങൾക്ക് വെറൈറ്റി ആയ ടോപ്പിക്സിനെ കുറിച്ച് എഴുതാനും അവർക്ക് സബ്മിറ്റ് ചെയ്യാനും സാധിക്കുന്നു. അവർ ആക്സെപ്റ്റ് ചെയ്ത ശേഷം എത്ര പേരാണ് നിങ്ങളുടെ വർക്ക് വായിക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ക്യാഷ് ലഭിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ എഴുതുന്ന ശീലത്തെ ഓൺലൈൻ വഴി ലാഭകരമായ ഒരു സംരംഭമാക്കി മാറ്റാനായിട്ട് ഇക്കാലത്ത് വളരെ ഈസിയാണ്. നമ്പർ 3, ഡ്രോപ്പ് ഷിപ്പിംഗ്. സ്വന്തമായൊരു ഇ-കൊമേഴ്സ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റുഡൻസിന് ക്യാഷ് ഉണ്ടാക്കാനായിട്ട് വളരെ മികച്ചൊരു മാർഗ്ഗമാണ്. ഇ-കൊമേഴ്സ് ബിസിനസ് എന്ന് കേട്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ എത്രയോ ഈസിയാണ്. ഇ-കൊമേഴ്സിൻ്റെ ഏറ്റവും വലിയ ഉപകാരം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ലോകത്ത് എവിടേക്ക് വേണമെങ്കിലും സാധനങ്ങൾ വിൽക്കാം എന്നതാണ്. ഒരു ഫിസിക്കൽ സ്റ്റോറോ ഗോഡൗണോ ഇല്ലാതെ തന്നെ ഇ-കൊമേഴ്സ് ബിസിനസ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരുപാട് ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോംസ് ഇന്ന് അവൈലബിൾ ആണ്. ഫോർ എക്സാമ്പിൾ ഷോപ്പിഫൈ, വൂകോമേഴ്സ്, ബിഗ് കോമേഴ്സ് എന്നിവയൊക്കെ. ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് കോഡിംഗ് അറിയില്ലെങ്കിൽ പോലും ഈസി ആയിട്ട് തന്നെ നിങ്ങളുടെ ഓൺലൈൻ സ്റ്റോർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ശേഷം നിങ്ങൾ തന്നെ ഉണ്ടാക്കുന്ന സാധനങ്ങൾ വിൽക്കാം. അതല്ലെങ്കിൽ മറ്റ് ഹോൾസെയിലേഴ്സിൻ്റെ അടുത്ത് നിന്ന് അല്ലെങ്കിൽ മറ്റ് കമ്പനീസിൽ നിന്നോ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത് വാങ്ങിയതിനേക്കാൾ കൂടുതൽ വിലയ്ക്ക് വിൽക്കാനും പറ്റും. വിൽക്കാനായിട്ട് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ ആ പ്രൊഡക്റ്റിന് എന്തെങ്കിലും ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. കാരണം കൂടുതൽ ആളുകളും വാങ്ങാൻ ആഗ്രഹിക്കുക അവരുടെ ലൈഫ് ഈസി ആക്കുന്ന പ്രോബ്ലം സോൾവിംഗ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആയിരിക്കും. ഇങ്ങനെ ചെയ്യുന്ന ഇ-കൊമേഴ്സ് ബിസിനസ്സിനെ പറയുന്ന പേരാണ് ഡ്രോപ്പ് ഷിപ്പിംഗ്. ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലോർക്കേണ്ട ഒരു കാര്യമാണ്, ഒരുപാട് സെയിൽസ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കണമെങ്കിൽ നിങ്ങളുടെ വലിയ എഫേർട്ടും ടൈമും ഡ്രോപ്പ് ഷിപ്പിങ്ങിന് ആവശ്യമാണ്. കൂടാതെ മാർക്കറ്റിംഗ് ആൻഡ് അഡ്വർടൈസിങ്ങിന് വേണ്ടി തുടക്കത്തിൽ കുറച്ച് പണം ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ടും വന്നേക്കാം. അതുകൊണ്ട് തന്നെ വളരെ ക്ഷമയോടെ ഗിവ് അപ്പ് ചെയ്യാതെ കാത്തിരിക്കുക. ഡ്രോപ്പ് ഷിപ്പിംഗ് വിജയകരമാക്കാൻ സഹായിക്കുന്ന ഒരു ഫാക്ടറാണ്
കസ്റ്റമർ സർവീസ് മികച്ചതാക്കുക എന്നത്. മികച്ച കസ്റ്റമർ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് വഴി കസ്റ്റമേഴ്സ് വീണ്ടും പർച്ചേസ് ചെയ്യാനും മൗത്ത് പബ്ലിസിറ്റി ലഭിക്കാനും സാധിക്കുന്നു. ഓർക്കുക, സ്റ്റുഡൻസിന് മാസം ലക്ഷങ്ങൾ വരെ സമ്പാദിക്കാൻ കഴിയുന്ന ഒരു ബിസിനസ്സാണ് ഈ ഡ്രോപ്പ് ഷിപ്പിംഗ്. കൂടാതെ ഡ്രോപ്പ് ഷിപ്പിംഗ് ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കുന്ന ഒരുപാട് ഫ്രീ കോഴ്സസ് യൂട്യൂബിൽ തന്നെ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. ബിസിനസ് ചെയ്യാനൊക്കെ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ടീമും എഫേർട്ടും ഒക്കെ എടുത്ത് ചെയ്ത് നോക്കാവുന്ന ഒരു ബിസിനസ് തന്നെയാണ് ഈ ഡ്രോപ്പ് ഷിപ്പിംഗ്. ആൻഡ് നമ്പർ 4, ഓൺലൈൻ സർവീസ്. കുറച്ച് എക്സ്ട്രാ പോക്കറ്റ് മണി ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന സ്റ്റുഡൻസിന് ചെയ്യാൻ കഴിയുന്ന ഒരു ജോലിയാണ് ഈ ഓൺലൈൻ സർവീസ് എന്നത്. ഒരുപാട് വെബ്സൈറ്റ്സ് അവരുടെ സർവേ കംപ്ലീറ്റ് ചെയ്താൽ ക്യാഷ് നൽകാറുണ്ട്. ഇതൊരു പക്ഷേ അത്ര വലിയ എമൗണ്ട് ആയിരിക്കില്ല, പക്ഷേ എന്നാലും നിമിഷ നേരം കൊണ്ട് തന്നെ ചെയ്തു തീർക്കാൻ സാധിക്കുന്ന ഈ സർവീസ് ഒരുപാടെണ്ണം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞാൽ ഈ ചെറിയ ചെറിയ എമൗണ്ട് വലിയൊരു എമൗണ്ട് ആയിട്ട് മാറ്റിയെടുക്കാൻ സാധിക്കും. ഇത് തുടങ്ങാനായിട്ട് വിശ്വസ്തമായ ഒരു സർവേ വെബ്സൈറ്റ് കണ്ടെത്തി സൈനപ്പ് ചെയ്ത് നിങ്ങളുടെ പേരിൽ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യേണ്ട താമസം മാത്രമേ ഉള്ളൂ. സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മെയിൽ ഐഡിയിലേക്ക് സർവേ ഇൻവിറ്റേഷൻസ് വന്നു തുടങ്ങും. ഇൻവിറ്റേഷൻസ് വന്നാൽ പെട്ടെന്ന് തന്നെ സർവേ അറ്റൻഡ് ചെയ്യൽ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ചില സർവേസൊക്കെ ലിമിറ്റഡ് അവൈലബിലിറ്റി മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് തീരാൻ ചാൻസ് ഉണ്ട്. ഓൺലൈൻ സർവേ ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഓർക്കുക, ചെറിയ എമൗണ്ട് ആണെങ്കിലും പെട്ടെന്നും ഈസിയായും ക്യാഷ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു വഴിയാണ് ഈ ഓൺലൈൻ സർവേ എന്നത്. എന്നാൽ പോലും ഒരുപാട് റിസർച്ച് ചെയ്ത് ജെന്യുവൻ ആയിട്ടുള്ള സർവേ വെബ്സൈറ്റ് മാത്രം യൂസ് ചെയ്യുക. നിങ്ങൾ ചിലവഴിക്കുന്ന സമയത്തിനും എഫേർട്ടിനും വേണ്ടത്ര ക്യാഷ് കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. സോ ഇത്രയുമാണ് സ്റ്റുഡൻസിന് ഓൺലൈൻ വഴി ക്യാഷ് ഉണ്ടാക്കാൻ കഴിയുന്ന കുറച്ച് വഴികൾ. ഇനി ഇതിൽ ഏത് വഴി സെലക്ട് ചെയ്താലും അതിൽ സക്സസ് ആവാൻ പൊതുവായിട്ട് വേണ്ട ഒരു 6 കാര്യം പറഞ്ഞുതരാം. നമ്പർ 1, സെറ്റ് റിയലിസ്റ്റിക് ഗോൾസ്. നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും എന്ന് വിശ്വാസമുള്ള ഗോളുകൾ സെറ്റ് ചെയ്യുക. ഒരിക്കലും ഒറ്റ രാത്രി കൊണ്ട് റിച്ച് ആവാം എന്ന് എക്സ്പെക്ട് ചെയ്യരുത്. പകരം കാലക്രമേണ നിങ്ങളുടെ ഇൻകം ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാം. നമ്പർ 2, സ്റ്റേ മോട്ടിവേറ്റഡ്. ഓൺലൈൻ വഴി പണം സമ്പാദിക്കുക എന്നത് സമയവും എഫേർട്ടും ആവശ്യമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഗോളിനെ കുറിച്ചും ഈ വർക്ക് ചെയ്യുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ്സിനെ കുറിച്ചും ഓർത്ത് മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കാം. നമ്പർ 3, ബി കൺസിസ്റ്റൻറ്റ്. ഓൺലൈൻ വഴി മണി ഏൺ ചെയ്യുമ്പോൾ കൺസിസ്റ്റൻസി എന്നത് ഒരു കീ ഫാക്ടറാണ്. നിങ്ങളുടെ ഇൻകം കൺസിസ്റ്റൻ്റ് അല്ലെങ്കിലും ഒരു സ്കെഡ്യൂൾ ഉണ്ടാക്കി അതിനനുസരിച്ച് കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ ശ്രമിക്കുക. എങ്കിൽ നിങ്ങളുടെ ഇൻകവും കൺസിസ്റ്റൻ്റ് ആവാൻ തുടങ്ങും. നമ്പർ 4, ഇൻവെസ്റ്റ് ഇൻ യുവർ സ്കിൽസ്. പുതിയ സ്കിൽസ് പഠിക്കുക എന്നത് നിങ്ങളുടെ ഏർണിംഗ് കപ്പാസിറ്റി കൂട്ടാനായിട്ട് സഹായിക്കും. ഒരുപാട് വാല്യുബിൾ സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന നല്ല കോഴ്സസ് ആൻഡ് വർക്ക്ഷോപ്സ് ഇന്ന് ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആണ്. സോ അതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുക. നമ്പർ 5, നെറ്റ്വർക്ക് വിത്ത് അതേഴ്സ്. നിങ്ങളുടെ വർക്കുമായി ബന്ധമുള്ള മറ്റ് ഓൺലൈൻ ഓൺടർപ്രണേഴ്സുമായിട്ട് ബന്ധം സ്ഥാപിക്കാം, കണക്ട് ചെയ്യുക. നിങ്ങൾക്ക് അവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യാം, ടിപ്സും അഡ്വൈസും ഷെയർ ചെയ്യാം. രണ്ടുപേരുടെയും എക്സ്പീരിയൻസ് നിന്ന് പാഠങ്ങൾ പഠിക്കാനും പറ്റും. നമ്പർ 6, ബി പേഷ്യൻറ്റ്. ഏർണിംഗ് മണി ഓൺലൈൻ എന്നത് ഒരു ലോങ് ടേം ഗെയിമാണ്. പെട്ടെന്ന് റിസൾട്ട്സ് കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിലും ഒരിക്കലും നിരുത്സാഹപ്പെടാതിരിക്കുക. സ്റ്റേ ഫോക്കസ്ഡ്, കീപ് വർക്കിംഗ്, സക്സസ് വിൽ കം ടു യു. ഇനി നേരത്തെ പറഞ്ഞ സ്റ്റുഡൻസിന് ഓൺലൈൻ വഴി ജോലി കണ്ടെത്താൻ കഴിയുന്ന ചില വെബ്സൈറ്റ്സ് പരിചയപ്പെടുത്തി തരാം. നമ്പർ 1, അപ്വർക്ക് എന്നത് ഒരു പ്രൊഫഷണൽ മുതൽ ഒട്ടും എക്സ്പീരിയൻസ്ഡ് അല്ലാത്തവർക്ക് പോലും ഒരേപോലെ ഓൺലൈൻ ജോബ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. നമ്പർ 2, ഫൈവർ മറ്റൊരു വളരെ പോപ്പുലറായ പ്ലാറ്റ്ഫോമാണ്. ഇവിടെ പല വ്യത്യസ്ത കാറ്റഗറിയിലുള്ളവർക്ക് നിങ്ങളുടെ സർവീസ് നൽകാൻ അവസരമുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൈസ് സെറ്റ് ചെയ്ത് നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ഇവിടെ വർക്ക് ചെയ്യാം. നമ്പർ 3, ഫ്രീലാൻസർ. പേര് പോലെ തന്നെ ഫ്രീലാൻസ് വർക്കേഴ്സിന് ഈസി ആയിട്ട് ക്ലയൻസിനെ കണ്ടെത്താൻ കഴിയുന്ന മറ്റൊരു വെബ്സൈറ്റാണ് ഫ്രീലാൻസർ. നമ്പർ 4, ഇൻഡീഡ് എന്നത് ഒരുപാട് കമ്പനീസ് അവരുടെ ജോലികൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പോപ്പുലർ ജോബ് സെർച്ച് എഞ്ചിനാണ്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൊക്കേഷൻ, ജോബ് ടൈപ്പ്, സാലറി എന്നിവ ഫിൽട്ടർ ചെയ്ത് ജോബ്സ് സെർച്ച് ചെയ്യാൻ പറ്റും. ആൻഡ് നമ്പർ 5, guru.com. ഈ വെബ്സൈറ്റ് വഴിയും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഫ്രീലാൻസ് ജോബ്സ് കണ്ടെത്താൻ പറ്റും. ഈ വെബ്സൈറ്റുകൾ ഉപയോഗിക്കുന്നതിലൂടെ ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ നിങ്ങളുടെ കഴിവുകൾക്കും താല്പര്യങ്ങൾക്കും അനുയോജ്യമായ ഓൺലൈൻ ജോലികൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റും. നിങ്ങളെ നേരിട്ട് കൺട്രോൾ ചെയ്യാൻ ഒരു ബോസോ മാനേജറോ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഓൺലൈൻ ജോലികൾക്ക് സെൽഫ് ഡിസിപ്ലിനും ടൈം മാനേജ്മെൻറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ സ്വയം മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് ഇന്ന് തന്നെ ഈ പറഞ്ഞ ജോലികളെല്ലാം ഒന്ന് നേടാനായിട്ട് ശ്രമിച്ചു നോക്കുക. ഇറ്റ് ഓൾവേസ് സീംസ് ഇമ്പോസിബിൾ until it's done. Okay, so thank you so much for your time. Have a nice day.